ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ എന്നെ അറിയാവുന്ന എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇതാണ് അതെ വടക്കുന്നാഥൻ്റെ അവിടെയാണ്, എന്നാൽ ആനയൂട്ടാണ്. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. ഏകദേശം 8 മണിയോട് കൂടിയിട്ട് ഞാൻ അമ്പലത്തിലെത്തി. അവിടെ ഗജപൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 4 വർഷത്തിലൊരിക്കലും നടക്കുന്ന ഗജപൂജയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഓരോ ആനകളെയും ഓരോരോ സമയത്തിനനുസരിച്ച് ക്രമമനുസരിച്ച് കൊണ്ടുവന്ന് ഗജപൂജ ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഗജപൂജയുടെ സമയത്ത് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് ഭയങ്കര തിരക്ക് പിന്നെയാണ് ആയത്. പിന്നെ അതിനുശേഷം ആനകളൊക്കെ അവിടെ വന്ന് പിന്നെ ബാരിക്കേഡ് കെട്ടിയിട്ടുള്ളിടത്തേക്ക് നീ പോവാണ് ചെയ്തത്. അവിടെ നിന്നാണ് ആനയോട് തുടങ്ങുന്നത്. ഞാൻ അവിടേക്ക് കയറി കഴിഞ്ഞിട്ടുള്ള വിഷ്വലാണ് കേട്ടത്. കുറേ പരിചയമുള്ളവരെയൊക്കെ കണ്ടു. അങ്ങനെ ഒരു എല്ലാ വൈബായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിജയ് യേശുദാസൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ദിവ്യ പിള്ള, അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആനയൂട്ട് തുടങ്ങി. തന്ത്രിയൊക്കെ വന്നു, കളക്ടറൊക്കെ വന്നു, മന്ത്രിമാരൊക്കെ വന്നിട്ടാണ് ആനയൂട്ട് തുടങ്ങിയത്. പിടിയാനകൾക്ക് 4 പിടിയാനകൾക്ക് കൊടുത്തിട്ടാണ് ആനയൂട്ട് തുടങ്ങിയത്. ആനകളെക്കാളും ബുദ്ധിമുട്ട് ആളുകളെ മേയ്ക്കാനായിട്ടായിരുന്നു എന്ന് പറയണ പോലെയായി. എന്തോരം ആളുകളായിരുന്നു. അന്നത്തെ ദിവസം അവധി ആയതുകൊണ്ട് തന്നെ നിറച്ച ആളുകളെ വന്നിരുന്നത്. അപ്പൊ എന്താ പറയാ, നിൽക്കാനിരിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. ഞാൻ എന്തായാലും ആനയ്ക്ക് ഉരുളയൊക്കെ കൊടുത്തു, ഹാപ്പിയായി. എല്ലാവരും ഹാപ്പിയാണ്. ഇതേ കളക്ടറൊക്കെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ആനയൂട്ട് അങ്ങനെ അടിപൊളിയായിട്ട് നടന്നു. എല്ലാവരും ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തു കേട്ടോ. കുറേ അധികം ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മൾ ആനയ്ക്ക് കൊടുക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ കൊടുക്കണം. എല്ലാതും വരിച്ചു വാരി ഇരുന്ന് നമ്മൾ കൊടുക്കാനൊന്നും പാടില്ല. എല്ലാവരും വന്നിട്ട് അങ്ങനെയായിരുന്നു. അതായത് ആനയൂട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്. ആനയ്ക്ക് കൊടുക്കാൻ പറ്റുക അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പം അത് കാരണം എന്തും എടുത്ത് ആ ഒരു ആക്രാന്തത്തിന് എടുത്ത് കൊടുക്കുകയല്ല, അത് നോക്കി അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. കുറേ മന്ത്രിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ അധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം ആനയൂട്ടിന്. എന്നിട്ട് ഞാൻ പിന്നെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് നീങ്ങി. പിന്നെ ആനകൾ പുറത്തേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ആനകളൊക്കെ അവിടെ നിന്ന് കണക്കനുസരിച്ച് ഒരു 63ഓളം ആനകളാണ് അന്ന് പങ്കെടുത്തത്. അവരൊക്കെ തെക്കേ ഗോപുരമല്ല, കിഴക്കാണെന്ന്. അയ്യോ, ഞാനാകെ മറന്നു. അപ്പോൾ പുറത്തേക്ക് എന്തായാലും ഇറങ്ങുന്ന ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം അങ്ങനെ ആനയൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടുന്ന് പോവാണ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ, സീ യു.